ഞെട്ടിയ തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ ഏകപ്രതി കേതൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവും പിഴയും വിധിച്ച് കോടതി. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 15 ലക്ഷം രൂപയാണ് പിഴ വിധിച്ചിരിക്കുന്നത്. ഈ തുക അമ്മാവൻ ജോസ് സുന്ദരത്തിന് നൽകാനും കോടതി നിർദ്ദേശിച്ചു. 2017 ഏപ്രിൽ 5-നാണ് അച്ഛൻ പ്രൊഫസർ രാജ തങ്കം, അമ്മ ഡോക്ടർ ജീൻ പത്മം, സഹോദരി കരോലിൻ, ബന്ധുവായ ലളിത എന്നിവരെ കേതൽ മഴുകൊണ്ട് വെട്ടിക്കൊന്ന് ചുട്ടെരിച്ചത്. കൂട്ടക്കൊലയ്ക്ക് ശേഷം വീടിന് തീയിട്ട് ചെന്നൈയിലേക്ക് കടന്ന കേതൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങവേ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. സാത്താൻ സേവയുടെ ഭാഗമായുള്ള ആസ്ട്രൽ പ്രൊജക്ഷൻ പരീക്ഷണം നടത്തിയതാണെന്ന് കാട്ടി തുടക്കത്തിൽ അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാൻ ശ്രമിച്ച കേതൽ ശാസ്ത്രീയ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിന്നീട് നടന്ന ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു. വീട്ടിൽ നേരിട്ട അവഗണനയ്ക്കുള്ള പ്രതികാരമായാണ് കൊലപാതകങ്ങൾ നടത്തിയെന്ന് ഇയാൾ വെളിപ്പെടുത്തി. മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിന് ശേഷം 2 ദിവസങ്ങളിലായാണ് കൊലപാതകങ്ങൾ നടത്തിയത്. മാനസിക വിഭ്രാന്തിയുണ്ടെന്ന് വരുത്തി തീർക്കാൻ കേതൽ നടത്തിയ ശ്രമം പോലീസ് പൊളിച്ചു. കുറ്റകൃത്യങ്ങൾ നടത്തുമ്പോൾ പ്രതിക്ക് ഒരുവിധ മാനസിക പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് മനോരോഗ വിദഗ്ധന പരിശോധനയിൽ തെളിഞ്ഞു. കേസിൽ ഏകപ്രതിയായ കേതൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. 8 വർഷങ്ങൾക്ക് ശേഷമാണ് കൊടും ക്രൂരതയിൽ വിധി വരുന്നത്. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക എന്നീ കുറ്റങ്ങളാണ് പ്രതിക്കുമേൽ ചുമത്തിയിരിക്കുന്നത്. കേതലിനെതിരെ ചുമത്തിയിരിക്കുന്ന എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞതായി കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. കുടുംബാംഗങ്ങളോടുള്ള ഒടുങ്ങാത്ത പകയായിരുന്നു കൊലപാതകത്തിന് കാരണം. 2 തവണ കേതലിനെ വിദേശത്തേക്ക് പഠിക്കാൻ അയച്ചിരുന്നു. പക്ഷെ കേതൽ തിരിച്ചു വന്നു. അച്ഛൻ വഴക്കു പറഞ്ഞു. ഇതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചത്. ആസൂത്രിതമായിട്ടാണ് കൊലപാതകം നടത്തിയത്. ഓൺലൈനായി മഴുവാങ്ങി സൂക്ഷിച്ചു. തക്കം കിട്ടിയപ്പോൾ മൂവരെയും കൊലപ്പെടുത്തി. അല്ല, ഇതിനകത്തിപ്പം അപൂർവങ്ങളിൽ അപൂർവമായ കേസായിട്ട് പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇപ്പം പറയാനുള്ളതായിട്ടില്ല. കാര്യം ഈ ജഡ്ജ്മെന്റിന്റെ കോപ്പി നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ ഡെത്ത് സെന്റൻസ് കൊടുക്കുന്നതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ലൈഫ് ഇംപ്രസ്മെന്റ് എപ്പോഴാണ് അഡിക്വേറ്റ് ആയിട്ട് തോന്നുന്നത്. ഒരു ലൈഫ് ഇംപ്രസ്മെന്റ് ശരിയല്ല, അത് മാത്രം പോരാ, അതിൽ കൂടുതൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ മാത്രമാണ് ഡെത്ത് സെന്റൻസ് പറയുന്നത്. അപ്പൊ ഡെത്ത് സെന്റൻസ് ആണ് റൂൾ ആൻഡ് ലൈഫ് ഇംപ്രസ്മെന്റ് ആണ് റൂൾ. ഡെത്ത് സെന്റൻസ് എന്ന് പറഞ്ഞൊരു എക്സെപ്ഷൻ എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വിധിയിൽ നമ്മൾ അങ്ങനെ നെഗറ്റീവായിട്ട് കാണാനായിട്ട് വലുതായിട്ടൊന്നും കാണുന്നില്ല. കാര്യം 302 4 കൗണ്ടില് ലൈഫ് ഇംപ്രസ്മെന്റ് കണ്ടിട്ടുണ്ട്. അതിൽ ഓരോന്നിലും 3 ലക്ഷം ഓരോ കേസിലും. അത് കൺകറന്റ്ലിയാണ് പോണത്, ഒരുമിച്ചാണ് പോകുന്നത്. അതിൽ 3 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരവും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 436 തീ വെച്ചതിന് 7 വർഷത്തെ കഠിന തടവ് പറഞ്ഞിട്ടുണ്ട്. അതിലും കോമ്പൻസേഷൻ പറഞ്ഞിട്ടുണ്ട്. അതെ, അല്ലല്ല, അത് 436 കോമൺ ആയിട്ടാണ്, ഒരൊറ്റ ഒഫൻസേ വരുന്നുള്ളൂ. അതിനുശേഷം 201 നമ്മുടെ തെളിവ് നശിപ്പിച്ചതിന് 5 വർഷത്തെ പണിഷ്മെന്റും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടുള്ളതും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഈ 436 7 വർഷം ആദ്യം അനുഭവിക്കണം. അതിനുശേഷം കൺസിക്യൂട്ടീവായിട്ട് അതിനുശേഷം 201 5 വർഷം. അപ്പോൾ 7 5 12 വർഷത്തെ ശിക്ഷ ആദ്യം അനുഭവിക്കുക. അതിനുശേഷം മാത്രമേ ലൈഫ് ഇംപ്രസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ ഏകദേശം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10 25 30 വർഷത്തോളം കാലം കേതലിന് എന്ത് വന്നാലും ഈ പ്രതിക്ക് ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത്. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും കാലയളവിൽ ഈ ലൈഫ് ഇംപ്രസ്മെന്റിന് റെമിഷൻ, അതായത് 14 വർഷത്തിന് ശേഷം റെമിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രമേ സെറ്റ് ഓഫ് ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സെറ്റ് ഓഫും കോടതി അനുവദിച്ചിട്ടില്ല. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് തന്നെയാണ് ഈ വന്നിട്ടുള്ളത്. അതെ, മാത്രമല്ല ജോസ് ഈ പറയുന്ന ദുരന്തത്തിന്റെ മറ്റൊരു വലിയൊരു രക്തസാക്ഷി കൂടിയാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന 15 ലക്ഷം രൂപ അമ്മാവൻ ജോസിന് കൊടുക്കാനും കൂടി പറഞ്ഞിരിക്കുക. അതെ, തീർച്ചയായിട്ടും ഈ കോമ്പൻസേഷൻ ആയിട്ട് വന്നിട്ടുള്ള ഈ 15 ലക്ഷം രൂപയും ഒന്നാം സാക്ഷിയായ ജോസിന് കൊടുക്കാനായിട്ടാണ് കോടതി ഉത്തരവായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ഒരു വിക്ടിം ജോസ് ആണെന്നുള്ളത് നമ്മൾ ആദ്യ കാലം തൊട്ട് തന്നെ കോടതിയിൽ പറയുന്നതാണ്. ഇതിൽ ഏറ്റവും വലിയ വിക്ടിം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് പാർട്ടി എന്ന് പറയുന്നതും ജോസ് തന്നെയാണ്, ഒന്നാം സാക്ഷി തന്നെയാണ്. ഇല്ല, ജഡ്ജ്മെന്റ് കോപ്പി നമുക്ക് ഇതുവരെ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് കോടതിയുടെ വിധിയിലുള്ള ആ പോസിറ്റീവ് സൈഡോ നെഗറ്റീവ് സൈഡോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺക്ലൂഷൻ എത്തിയെന്നുള്ളത് ഇപ്പൊ പറയാറായിട്ടില്ല. സാർ, ഈ മാനസിക നില തകരാറിലായിരുന്നു എന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി മുഖവിലേക്ക് എടുത്തു എന്ന് കരുതാൻ കഴിയും? അങ്ങനെയല്ല, ഈ പണിഷ്മെന്റ് സമയത്ത് തീർച്ചയായിട്ടും പ്രതിക്ക് മാനസിക നില പ്രശ്നമുണ്ടെന്ന് ഇപ്പോഴും ട്രീറ്റ്മെന്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ മെന്റൽ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഭാഗം തീർച്ചയായിട്ടും കോടതിയുടെ മനസ്സിനെ ചലിപ്പിച്ചിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കും ഡെത്ത് സെന്റൻസിലോട്ട് പോകാതിരുന്നത്. വധശിക്ഷ അർഹിച്ചിരുന്നതല്ലേ? അപ്പൊ അതിനകത്ത് ജീവപര്യന്തത്തിന് അപ്പുറത്തേക്ക് വധശിക്ഷ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇതിപ്പം സൊസൈറ്റിയെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള ഒരു ഇതല്ല. തീർച്ചയായിട്ടും അത് കോടതി
ആ കോടതിക്ക് അതിൻ്റേതായിട്ടൊരു ചട്ടക്കൂടിൽ നിന്നും ആ സുപ്രീം കോടതിന്റെ പല വിധിന്യായങ്ങളിലും പറഞ്ഞിട്ടുള്ള അഗ്രവേറ്റിംഗ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് നോക്കി അതിനെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു ഡെത്ത് സെന്റൻസ് കൊടുക്കാൻ പറ്റൂ. ഒരാളുടെ ജീവൻ എടുക്കുന്ന ഒരു തലത്തിലേക്ക് പോകണം. നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന റീഫോർമേറ്റീവ് തിയറിയാണ്. ഇദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ നല്ലൊരു മനുഷ്യനാക്കി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിലുള്ള ആ തരത്തിലാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ലൈഫ് ഇംപ്രിസൺമെന്റ് സഫീഷ്യന്റ് ആകില്ല എന്നുള്ള നമ്മുടെ ശക്തമായ വാദമുണ്ടായിരുന്നു. അതായത് ലൈഫ് ഇംപ്രിസൺമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ 10 വർഷം 14 വർഷം കഴിഞ്ഞ് റെമിഷനോ കമ്മ്യൂട്ടേഷനോ കൊണ്ട് ഇദ്ദേഹം തിരിച്ച് നമ്മുടെ സമൂഹത്തിലേക്ക് തിരികെ വരും. അപ്പൊ അത് മാക്സിമം അവോയ്ഡ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് ആയിരുന്നു നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഡെത്ത് സെന്റൻസ് ചോദിച്ചുകൊണ്ട് തന്നെയാണ് വാദവും പറഞ്ഞത്. പക്ഷെ ആ ഭാഗത്തിലാണ് കോടതി ഏറ്റവും ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു വിധിയാണ് ആ 7, 5, 12 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലൈഫ് ഇംപ്രിസൺമെന്റ് തുടങ്ങത്തുള്ളൂ എന്നും അതിനുശേഷം ലൈഫ് ഇംപ്രിസൺമെന്റിൽ സെറ്റ് ഓഫ് വന്നിട്ടില്ല എന്നുള്ളതും തീർച്ചയായിട്ടും ഒരു നല്ലൊരു വിധി തന്നെയാണ്.